എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി സോളാർ ഇൻവെർട്ടറിൻ്റെ അൺബോക്സിങ്ങും ഫിറ്റിങ്ങുമാണ്. ഇത് അഗ്നി സോളാർ എന്ന കമ്പനിയുടെ ഒരു മിനി സോളാർ ഇൻവെർട്ടറാണ്. ഞാനിത് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ സമയത്ത് 2720 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് വാറണ്ടി കാർഡാണ്. ഇതൊരു 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ. അത് യൂസേഴ്സ് മാനുവൽ ബുക്കാണ്. പിന്നെ സോളാർ പാനൽ കിട്ടുന്നുണ്ട്. ഇത് ഒരു 11 വോൾട്ട് 4 വാട്ട് പോളി ക്രിസ്റ്റലിൻ സോളാർ പാനലാണ്. ഇത് എന്തുമാത്രം ഔട്ട്പുട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 15 അടി നീളമുള്ള ഒരു കേബിളാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയത്. പിന്നെ 3 ബൾബ് വരുന്നുണ്ട്. 3 LED ബൾബാണ്. ഇത് 1 വാട്ടിൻ്റെ 3 ബൾബുകളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ബൾബ് കണക്ട് ചെയ്യാനുള്ള വയറുകളാണ്. ഓരോ വയറിൻ്റെയും ഒപ്പം അതിൻ്റെ സ്വിച്ച് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. ഇത് 5 ടൈപ്പ് പിന്ന് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഇതാണ് മിനി ഇൻവെർട്ടർ. ഇതിലെ ബാറ്ററി ഒരു 7.4 വോൾട്ട് 5200 mAh ലിഥിയം ഇയോൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഈ വശത്തായി 4 ബൾബ് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വശത്തായി സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണിത്. ഇതിലൊരു സ്വിച്ച് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് 3 ബൾബിലേക്കും സെപ്പറേറ്റ് സ്വിച്ചുകൾ അതിൻ്റെ വയറുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടൈം പറഞ്ഞിരിക്കുന്നത് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു 14 മുതൽ 16 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുമെന്നാണ് ഇതിൽ യൂസേഴ്സ് മാനുവൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ AC അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-11 മണിക്കൂർ കൊണ്ട് ഫുള്ളായി ചാർജായി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ AC അഡാപ്റ്റർ ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് എത്ര നേരം വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ 3 ബൾബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൾബ് മാത്രമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 32 മണിക്കൂർ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇനി 2 ബൾബ് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 15 മണിക്കൂറാണ്. പിന്നെ 3 ബൾബും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 11 മണിക്കൂർ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബോക്സിലുള്ളത്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സോളാർ പാനൽ. അതിൻ്റെ ഒപ്പം തന്നെ 4-5 മീറ്റർ വയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയിട്ട് ആണിയിൽ തൂക്കിയിടാനുള്ള ചെറിയ ഹോളും ഉണ്ട്. ഇത് നമുക്ക് അധികം മരങ്ങളുടെ തണലോ അല്ലെങ്കിൽ നിഴലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം അത് ഫിക്സ് ചെയ്യാൻ. ഫുൾ ഡേ നല്ലവണ്ണം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് മാത്രം ഫിക്സ് ചെയ്യുക. ഞാനിതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ചെരിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തീരെ വെയിറ്റ് കുറവായത് കാരണം വലിയ കാറ്റ് വന്നാൽ പറന്ന് പോകാൻ സാധ്യതയുള്ള കാരണം അങ്ങനെ പറന്ന് പോകാത്ത രീതിയിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ട് തന്നെ വെക്കണത്. ഈ പിന്നാണ് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കൊടുക്കാനുള്ള പിന്ന്. ഇത് ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന കേബിൾ ഒരു 15 അടി നീളമുള്ള കേബിളാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയത്. അത് നമുക്ക് പാനൽ ടെറസിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ റൂം വരെ എത്താനുള്ള ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ ഇൻവെർട്ടർ ഇതുപോലെ ഞാൻ ചുവരിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏതായാലും കണക്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഇതിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചുവന്ന LED ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഈ ചുവന്ന LED ബൾബ് ഗ്രീൻ കളറിൽ കത്താൻ തുടങ്ങും. ഇനി നമുക്ക് ബൾബ് കണക്ട് ചെയ്യാം. ഈ ബൾബിൻ്റെ കൂടെ ഒരു 16 അടി നീളമുള്ള കേബിൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്വിച്ചും കിട്ടുന്നുണ്ട്. ഇതിലെ ഈ ചെറിയ പിൻ ഈ ബൾബിന് പിറകുവശത്തെ സോക്കറ്റിൽ നന്നായി അമർത്തി ഫിക്സ് ചെയ്തതിന് ശേഷം ഈ വാഷർ തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു സെറ്റ് ബൾബ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ എൽ ഷേപ്പിലുള്ള പിന്നാണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിന് മുകൾ വശത്തുള്ള ഈ 4 സോക്കറ്റുകളിൽ ഏതെങ്കിലും ഒരു സോക്കറ്റിൽ ഈ പിൻ നമ്മൾ നന്നായി പ്രസ് ചെയ്ത് വെക്കണം. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പകൽ സമയമാണ്. പിന്നെ ഇത് ഫുള്ളായി ഇതിൽ ബാറ്ററി ചാർജ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിതുകൊണ്ട് മൊബൈലൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 5 തരം പിന്നുകൾ കിട്ടുന്നുണ്ട്. ഇത് ഇതേപോലെ വശത്ത് കാണുന്ന USB പോർട്ടിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. മൊബൈൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു എമർജൻസി യൂസിന് ഉപയോഗിക്കാവുന്നതാണ്. അതായത് വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ദിവസത്തേക്ക് വൈദ്യുതി കട്ടാവുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു 3 ബൾബ് കത്തിക്കാനും പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.